എ മോട്ടിവേഷണൽ പാത്ത് ടു മെൻ്റൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, പ്രൊഫഷണൽ ഗ്രോത്ത്. ഹാർഡ് വർക്ക് ബിൽഡ്സ് ബട്ട് സ്മാർട്ട് വർക്ക് ആക്സിലറേറ്റ്സ്. നമ്മൾ ഒരു ഉദ്യമവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓട്ടമത്സരം പോലെയാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലേക്കുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളുമാണ് മുന്നിലുള്ളത്. അത് തള്ളി കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ലളിത രൂപത്തിലാക്കി മാറ്റുക, അല്ലെങ്കിൽ എളുപ്പ രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ഗമിക്കാനുള്ള, എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പോൾ അതിൽ ആ ചിത്രത്തിൽ കാണാം 4 പേര് അത് തള്ളിക്കൊണ്ടു പോകുന്നു. അത് ക്യൂബിക്കൽ ഷേപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതയാത്രക്കിടയിലുള്ള ഭാണ്ഡങ്ങൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് റൗണ്ടാക്കി മാറ്റിയിട്ട് ഒരാൾ തള്ളുന്നുണ്ട്, അയാൾ എളുപ്പത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെയും നമ്മൾ ആ രൂപത്തിൽ എളുപ്പമാക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഒരു 6 ഹാബിറ്റ്സ്, നമ്മളെ എനർജി വേസ്റ്റ് ചെയ്യുന്ന, എനർജി എടുത്തു മാറ്റുന്ന ഒരു 6 ഹാബിറ്റ്സ്. ഒന്ന്, ഓവർ തിങ്കിങ്, വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുക. ഇൻകൺസിസ്റ്റൻറ്റ് സ്ലീപ്പിംഗ് പാറ്റേൺസ്, സമയത്ത് ഉറങ്ങാതിരിക്കുക. രാത്രി 10, 11, 12 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെയൊക്കെ വരുമ്പം അത് വലിയ വിഷയമാണ്. പണ്ട് ഉള്ള ആളുകളൊക്കെ കുറച്ച് നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്നൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഉറക്കിനെ വളരെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. 3, ഹാങ്ങിങ് അറൗണ്ട് വിത്ത് നെഗറ്റീവ് പീപ്പിൾ. നമ്മൾ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതശൈലിയൊക്കെ ഉള്ള ആളുകളായിട്ട് കൂട്ടുകൂടാണ് ഏറ്റവും ബെസ്റ്റ്. 4-മത്തെ കാര്യം, നോട്ട് എക്സർസൈസിങ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. എക്സർസൈസോ നടത്തോ ഒന്നുമില്ല. അത് ശരീരത്തിന് വളരെ മോശമായിട്ട് ബാധിക്കും. ഇപ്പോൾ നമ്മൾ നടക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളും നടക്കുക, അതുപോലെ തന്നെ ശരീരത്തിന് വ്യായാമം കിട്ടുന്നത്, അത് നമ്മൾ തടയാതിരിക്കുക. 5-മത്തെ, ഹോൾഡിങ് ഓൺ ടു ആങ്കർ ആൻഡ് റീസെൻമെൻറ്റ്. പെട്ടെന്ന് ദേഷ്യം വരലും കാര്യങ്ങളും. ഹാവിങ് എ പുവർ ഡയറ്റ് ആൻഡ് നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. വെള്ളം ശരിക്കും കുടിക്കാതിരിക്കുക. പിന്നെ പുവർ ഡയറ്റ്, നമ്മൾ ഭക്ഷണ രീതി വെറും ഫാസ്റ്റ് ഫുഡായിട്ട് പോകുന്ന രൂപത്തിൽ, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനാവൂ. നമുക്ക് എക്സർസൈസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ വാക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? 1 മിനിറ്റ് നടന്നു തുടങ്ങുമ്പോൾ ഒരു അരമണിക്കൂറിലധികം എന്തായാലും നടക്കണം. 1 മണിക്കൂർ നടന്നാൽ ഉഷാറായി. 1 മിനിറ്റ് നടന്നാൽ ബ്ലഡ് ഫ്ലോ എലിവേറ്റ് ചെയ്യും. 5 മിനിറ്റ് നടന്നാൽ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. 10 മിനിറ്റ് നടന്നാൽ കോർട്ടിസോൾ ഹോർമോൺ റെഡ്യൂസ് ചെയ്യും. 15 മിനിറ്റ് നടന്നാൽ ബ്ലഡ് ഷുഗർ റെഡ്യൂസ് ചെയ്യും. 30 മിനിറ്റ് നടന്നാൽ ഫാറ്റ് ബേണിംഗ് ബിഗിൻസ്. 45 മിനിറ്റ് ആകുമ്പോൾ ഓവർ തിങ്കിങ് റെഡ്യൂസസ്. 60 മിനിറ്റ് ആകുമ്പോൾ ഡോപ്പമിൻ ഇൻക്രീസസ്. ഒരു 10,000 സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം നടക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. ഹൗ ടു ബിക്കം വെൽത്തി ഇൻ 5 years. പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടി വരില്ല. പക്ഷേ നമ്മുടെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബാക്ക് ബോണായിട്ട് അവിടെ വെക്കുക എന്ന് വെച്ചാൽ ദുരുപയോഗം ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത്. ഹൗ ടു ബിക്കം വെൽത്തി ഇൻ 5 years. ബിക്കം ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ്. ഫസ്റ്റ് പോയിൻറ്റ്, ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഇപ്പം പിന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ളതാണെങ്കിൽ അത് SIP ത്രൂ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മന്ത്ലി നമ്മുടെ കയ്യിൽ ഒരു പൈസ മാറ്റി വെക്കുക. അതാണ് ലേൺ മണി മാനേജ്മെൻറ്റ്. അതാണ് പൈസ എങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സേവ് മണി ടു ഇൻവെസ്റ്റ്. എന്നിട്ട് ആ മാറ്റി വെക്കുന്ന പൈസ നമ്മൾ പണ്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറ്റിയിലിട്ട് വെക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ നമ്മൾ കുറ്റിയിൽ ഇട്ടേക്കുന്ന പോലെ മാറ്റി വെക്കുക എന്നുള്ളതല്ല, അതിനെ വളരാൻ അനുവദിക്കണം, അതിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കണം. അപ്പം അത് ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപത്തിലുള്ള ഫണ്ടുകളുടെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ഇൻ പാസീവ് ഇൻകം സോഴ്സസ്. അതാണ് നമുക്ക് ഇൻകം ആയിട്ട് ഇപ്പോൾ ജോലി മാത്രമാവരുത്. ജോലി
ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി മണി വർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റണം. നെറ്റ്വർക്ക് വിത്ത് സെൽഫ് മെയ്ഡ് റിച്ച് പീപ്പിൾ, അവരായിട്ടപ്പോൾ ഒരു ബന്ധമാണ് എന്ന് വെച്ച് വെറും പൈസക്കാരൊപ്പം നടക്കുക എന്നല്ല ഉദ്ദേശിച്ച് അവരായിട്ടൊരു ബന്ധം വേണം. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ മാർക്കറ്റ് ട്രെൻഡ് അറിയാനുള്ളൊരു മാർഗ്ഗമാണത്. അവരായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെക്കണം. നമ്മൾ ദരിദ്രരുമായിട്ടും ബന്ധം വേണം, അവരെ സഹായിക്കണം, അതൊക്കെ ചെയ്യണം. അതോടൊപ്പം